വെൽക്കം ടു ആൾ. ഐ എം സതീഷ് കുമാർ. അപ്പം നമ്മളിന്ന് ബിടെക് S4-ന്റെ DC മെഷീൻസ് ലാബിനകത്ത് വരുന്ന സെക്കൻഡ് സൈക്കിളിൽ വരുന്ന ഒരു എക്സ്പെരിമെന്റ്, അല്ലെങ്കിൽ ഡിപ്ലോമക്കാരുടെ S4-ന്റെ AC മെഷീൻസ് 1-നകത്ത് വരുന്ന എക്സ്പെരിമെന്റ് ആണ്. ഒരു ട്രാൻസ്ഫോമറിന്റെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത്. അപ്പോൾ എക്സ്പെരിമെന്റ് പേര് ലോഡ് ടെസ്റ്റ് ഓൺ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. ഓക്കെ, നമ്മൾ 3 പാർട്ടായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം ഡിസൈനിങ്, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ പ്രൊസീജിയർ, തേർഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ടാബുലേഷൻ കോളം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം ഡിസൈനിങ്ങിലേക്ക് പോകാം. ഓക്കെ, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്നും അതുപോലെ അത് എന്തൊക്കെയാണ് അതിന്റെ മീറ്റേഴ്സ് എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക, ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. ഞാൻ അവിടെ ലെഫ്റ്റ് സൈഡിൽ ആദ്യം ചെയ്തിട്ടുണ്ട്, ഫേസ് ന്യൂട്രലും കൊടുത്തിട്ടുണ്ട്. 230 വോൾട്ട്, 230/270 വോൾട്ട്, 50 ഹെർട്സ്, 1 ഫേസ് AC, 20 ആംപിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ സ്പെസിഫിക്കേഷൻ ആണ്. 230 മുതൽ 270 വോൾട്ട് വരെ. 230 വോൾട്ട് കൊടുത്താൽ നമുക്ക് 270 വരെ ഇൻക്രീസ് ചെയ്യാം. 0-ൽ നിന്ന് 270 വരെ ഇൻക്രീസ് ചെയ്യാം. പിന്നെ നമ്മൾ സാധാരണ 50 ഹെർട്സ് തന്നെയാണ്, സിംഗിൾ ഫേസ് ആണ്. ഇനി 20 ആംപിയർ കപ്പാസിറ്റി വരെ മാക്സിമം അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിന് 3 ടെർമിനൽസ് ഉണ്ട്, A, B, E. അതിനകത്ത് എയും ബിയും എന്നുള്ള കോയിലുകളുടെ എൻഡാണ്. അപ്പൊ ഇതിൽ നിന്നും ആ നമ്മളെ E എന്ന് പറയുന്ന പോയിന്റ് വേരിയബിൾ പോയിന്റ് ആണ്. ഈ വേരിയബിൾ പോയിന്റ് ബിയിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നുള്ള 0 ആയിരിക്കും. അത് മുകളിലേക്ക് വന്ന് എയിൽ എത്തുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ 270 വരെ എത്തും. അതിന് കുറച്ച് താഴേക്ക് എത്തുമ്പോൾ 230 എത്തും. അപ്പൊ നമുക്കിവിടെ 230 കൊടുത്താൽ മതി, കാരണം നമ്മുടെ ട്രാൻസ്ഫോമർ 230/115 വോൾട്ട് ആണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന പ്രൈമറി സൈഡിൽ കൊടുത്തിരിക്കുന്ന വോൾട്ട് മീറ്റർ 300 വോൾട്ട് MI ആണ്, മൂവിങ് ആണ്. അതുപോലെ കൊടുത്തിരിക്കുന്ന അമ്മീറ്റർ 10 ആംപിയർ MI ആണ്. ഇനി ഒരു വാട്ട് മീറ്റർ കൊടുത്തിട്ടുണ്ടോ, ഞാനൊരു വട്ടം ഇങ്ങനെ ഡോട്ടറായിട്ട് വരച്ചിരിക്കുന്നത്. ശരിക്കും നിങ്ങൾ പ്രോ സർക്കിളൊക്കെ എടുത്ത് നീറ്റായിട്ട് വരയ്ക്കേണ്ട സാധനമാണ്. ഒരു വാട്ട് മീറ്റർ ഞങ്ങൾ നേരത്തെ പറഞ്ഞു 2 അപ്പർ ടെർമിനലായിട്ട് 2 എണ്ണം, ലോവർ ടെർമിനലായിട്ട് 2 എണ്ണം, അതായത് ML/CV. അപ്പൊ എമ്മിന്റെ അവിടെ നമ്മളൊരു ബൾബിന്റെ സിമ്പൽ പോലെ വരച്ചിട്ടുണ്ട്. അതൊരു കറണ്ട് കോയിലാണ്. കറണ്ട് കോയിൽ സീരീസ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അതായത് ഒരു വോൾട്ട് മീറ്ററും അമ്മീറ്ററും ചേരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എന്തുണ്ടാവുന്നത്, ഒരു വാട്ട് മീറ്റർ ആവുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പ്രഷർ കോയിൽ താഴെ സിയും വിയും ഉണ്ട്. അതിന്റെ V എന്ന് പറയുന്നത് ന്യൂട്രലിലും C എന്ന് പറയുന്നത് ഫേസിലുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം നമ്മള് ഈ എമ്മിന് കറണ്ട് കോയിലിന്റെ സീരീസ് ആയിട്ട് തന്നെ കൊണ്ടുവന്ന് നമ്മളെ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ PRI എന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡറി സൈഡ് നമ്മൾ ഇതിനടക്ക് വരച്ചിരിക്കുന്ന കോറാണ്. അത് കഴിഞ്ഞ് അപ്പൊ നോക്കുക, സെക്കൻഡറി വൈൻഡിങ്ങും പ്രൈമറി വൈൻഡിങ്ങും തമ്മിൽ വൈൻഡിങ്ങിന്റെ നമ്പർ ഓഫ് ടേൺസിന് വ്യത്യാസമുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കണം എന്താണ് നമ്മുടെ ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ആ സ്റ്റെപ്പ് ഡൗൺ ആയതുകൊണ്ട് തന്നെ പ്രൈമറി എന്നുള്ള ഹൈ വോൾട്ടേജും സെക്കൻഡറി എന്നുള്ള ലോ വോൾട്ടേജ് സൈഡും ആണ്. അപ്പൊ നമ്മളത് കൊടുത്തു. സെക്കൻഡറിയിൽ 0-115 എഴുതിയിട്ടുണ്ട്, പ്രൈമറിയിൽ 0-230 എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡറി സൈഡ് നമുക്ക് നേരെ എന്ത് ചെയ്യാം, വന്ന് നമ്മൾ അമ്മീറ്ററിൽ കൊടുത്തു. സെക്കൻഡറിയുടെ 0-ൽ നേരെ അമ്മീറ്ററിൽ വന്നു. അമ്മീറ്ററിൽ നിന്ന് നേരെ നമ്മൾ ലോഡിലേക്ക് പോയി. ലോഡിന്റെ ഔട്ട്പുട്ട് നേരെ വന്ന് ട്രാൻസ്ഫോമറിന്റെ 115 സൈഡിലേക്ക് എത്തി തീർന്നു. ഓക്കെ, അതുപോലെ അതിനെ ക്രോസ് ആയിട്ട് ലോഡിനെ ക്രോസ് ആയിട്ട് ഒരു വോൾട്ട് മീറ്ററും നമ്മൾ കൊടുത്തു. ഇനി ഇത് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ്. താഴെ ഞാനൊരു കാൽക്കുലേഷൻ എഴുതിയിട്ടുണ്ട്. പ്രൈമറി P എന്ന് എഴുതിയിരിക്കുന്ന സാധനം 3000, നമ്മൾ 3 kW ലോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3000 ഡിവൈഡഡ് ബൈ 230 വോൾട്ട് പ്രൈമറികളാണ് കൊടുത്തിരിക്കുമ്പോൾ നമുക്ക് ഏകദേശം 8.9 ആംപിയറിനകത്ത് വരും. അതുകൊണ്ടാണ് നമ്മൾ പ്രൈമറിയിൽ 10 ആംപിയർ കൊടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ആ ഡിസൈനിങ്ങിൽ തന്നെ വരുന്നതാണ് താഴെ, അതിന്റെയും താഴെ ഏറ്റവും താഴെ കാണുന്നു 3000 ഡിവൈഡ് ബൈ 115. ഇപ്പൊ നമുക്ക് നിയർ ബൈ 18 ആംപിയർ, 17 ആംപിയർ വരും. അതുകൊണ്ടാണ് ഞാൻ അവിടെ സെക്കൻഡറി സൈഡിൽ ലോഡ് സൈഡിൽ 20 ആംപിയറിന്റെ അമ്മീറ്റർ കൊടുത്തിരിക്കുന്നത്. വോൾട്ട് മീറ്റർ ഞാൻ നേരത്തെ പറഞ്ഞു 115 വോൾട്ട് ആയതുകൊണ്ടാണ് ഞാൻ 150ന്റെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പ്രൈമറി സൈഡിൽ 230 വോൾട്ട് ആയതുകൊണ്ടാണ് ഞാൻ 300, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടെങ്കിൽ 250 ആണെങ്കിൽ അത് കൊടുക്കാം. അപ്പൊ ഇത്രയും നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ
ഇത് എക്സ്പെരിമെന്റ് ചെയ്യാം. അതിനു മുമ്പ് നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊസീജിയർ പഠിക്കാം. അപ്പൊ ഇനിയിപ്പോ നമ്മൾ പോകുന്നത് പ്രൊസീജിയർ ചെയ്യാനാണ്. പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, നേരത്തെ കണ്ട അതേ സർക്യൂട്ട് ഡയഗ്രം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പക്ഷെ സർക്യൂട്ട് ഡയഗ്രത്തിന് ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം സീറോയിൽ നിർത്തുക, ഓട്ടോ ട്രാൻസ്ഫോമർ സീറോയിൽ നിർത്തുക, ലോഡെല്ലാം ഓഫ് ചെയ്ത് വെക്കുക. ഇത്രയും ചെയ്ത ശേഷം വേണം എല്ലാ കണക്ഷൻസും ടൈറ്റ് ചെയ്ത് വെച്ച് നമ്മൾ തന്നിരിക്കുന്ന പോലത്തെ രീതിയിൽ വയർ ചെയ്യുക. വയർ ചെയ്ത ശേഷം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് ഓട്ടോ ട്രാൻസ്ഫോമർ വേരി ചെയ്ത് സീറോയിൽ നിന്ന് നമുക്ക് ആവശ്യമായ 230 വോൾട്ടിലേക്ക് പ്രൈമറി സൈഡ് വോൾട്ട് മീറ്റർ എത്തിക്കാം. അതിനുശേഷം സെക്കൻഡറി സൈഡിൽ സ്വിച്ച്, അപ്പൊ നമ്മൾ ഓൺ ചെയ്ത് ഇത് വേരി ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ 2 അമ്മീറ്ററുകളും അതുപോലെ അല്ലെങ്കിൽ വാട്ട് മീറ്ററോ ഒക്കെ, വോൾട്ട് മീറ്റർ അല്ല വാട്ട് മീറ്ററോ ഒക്കെ നല്ല രീതിയിൽ റീഡ് ചെയ്യുന്നുവെങ്കിൽ പെട്ടെന്ന് തന്നെ സ്വിച്ച് ഓഫ് ചെയ്യണം. കാരണം നമ്മുടെ കണക്ഷൻസിൽ എവിടെയോ ഷോർട്ട് സർക്യൂട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോളുക. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, വോൾട്ട് മീറ്റർ മാത്രമേ റീഡ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, ധൈര്യമായിട്ട് മൂവ് ചെയ്യാം. അപ്പൊ മൂവ് ചെയ്ത് 230 വോൾട്ട് ആക്കുക. വോൾട്ട് ആക്കിയ ശേഷം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ലോഡ് സൈഡിലെ ലോഡ് സ്വിച്ച് ഓൺ ചെയ്യാം. അപ്പം മിക്കവാറും നോ ലോഡ് കണ്ടീഷനിൽ ആർമേച്ചർ കറണ്ട് അതിന്റെ പ്രൈമറി കറണ്ട്, ആർമേച്ചർ അല്ല പ്രൈമറി കറണ്ട് എന്ന് പറയുന്നത് ഒരു 0.25 0.3 ആംപിയർ ഒക്കെ ആയിരിക്കും. അതുപോലെ വാട്ട് മീറ്റർ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനേ പറ്റത്തില്ല. കാര്യം ഒരു 10 15 20 വാട്ടൊക്കെ ആയിരിക്കും. അത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, കാരണം ലോ പവർ ഫാക്ടറിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന റീഡിംഗ് ആണ്. ഇനി നമുക്ക് ലോഡ് കൊടുക്കുന്നതനുസരിച്ച് 2 സൈഡിലും വേരി ചെയ്ത് വരും. ഏകദേശം പകുതിക്കടുത്തായിരിക്കും സെക്കൻഡറി കറണ്ട്. ഇപ്പോൾ ഒരു 5 ആംപിയർ വന്നാൽ ഇതൊരു 2.5 2.6 അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു റേഞ്ചിലായിരിക്കും നിൽക്കുന്നത്. ഇനി പ്രൈമറി സൈഡ് ലോഡ് കൂടുന്നതനുസരിച്ച് പ്രൈമറി സൈഡിലെ വോൾട്ടേജിന് ഭയങ്കര വേരിയേഷൻ ഉണ്ടാവില്ല. ഇങ്ങനെ പോയാലും ചിലപ്പോൾ ഒരു 1-2 വോൾട്ടിന്റെ കുറവേ ഉണ്ടാവുള്ളൂ. പക്ഷേ സെക്കൻഡറി സൈഡിൽ 115 ആണ് എങ്കിൽ അതൊരു 105 വരെ ലോഡ് കൊടുക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ഇത്രയും ചെയ്ത് തീർന്ന ശേഷം നമ്മൾ നേരെ നമ്മുടെ വൈൻഡിങ് സപ്ലൈ എല്ലാം തിരിച്ച് ലോഡെല്ലാം ഓഫ് ചെയ്ത് ഓട്ടോ ട്രാൻസ്ഫോമർ സീറോ ആക്കി പവർ ഓഫ് ചെയ്ത ശേഷം കണക്ഷൻസ് എല്ലാം ഡിസ്കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോ നമുക്ക് നേരെ പാർട്ട് 3 പോവാം. പാർട്ട് 3 എന്ന് പറയുന്നത് ടാബുലേഷൻ ആണ്. ഇവിടെ ടാബുലേഷനിൽ നമുക്ക് കുറെ അധികം റീഡിങ്ങുകളുണ്ട്, ഒരു 8-7 റീഡിങ്ങുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞൊരു കോളം വേണം. ഇനി VPR എന്നിരിക്കുന്ന പ്രൈമറി വോൾട്ടേജ് ആണ്. IPR എന്നിരിക്കുന്നത് സെക്കൻഡറി കറണ്ട്, പ്രൈമറി കറണ്ട് ആണ്. ഇനി വാട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് പവർ എന്ന് എഴുതിയിരിക്കുന്നത് വാട്ട് മീറ്ററിന്റെ റീഡിംഗ് ആണ്. VSCC എന്ന് പറഞ്ഞിരിക്കുന്നത് വോൾട്ടേജ് ഇൻ സെക്കൻഡറി, നമ്മൾ 150 വോൾട്ട് മീറ്റർ കൊടുത്തിടത്താണ്. ISCC എന്ന് പറഞ്ഞാൽ സെക്കൻഡറി കറണ്ട് ആണ്. അത് നമ്മുടെ 20 ആംപിയറിന്റെ അമ്മീറ്ററാണ്. ഇനി അടുത്ത കോളം നമ്മൾ പവർ ഫാക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഇൻപുട്ട് പവർ ബൈ വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. നമ്മുടെ പ്രൈമറി സൈഡിലെ എല്ലാ കാര്യങ്ങളുമാണ്. ആ വാട്ട് മീറ്ററിൽ കിട്ടുന്ന റീഡിങ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് സൈഡിലെ 300 വോൾട്ടിന്റെയും 10 ആംപിയറിന്റെ വോൾട്ട്മീറ്ററിന്റെ അമ്മീറ്ററിന്റെ കറണ്ട് വോൾട്ടേജ് കറണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പവർ ഫാക്ടർ കിട്ടും. P cos = P ഡിവൈഡഡ് ബൈ VI എന്നാണ്. ഓക്കെ, ഇനി അത് അടുത്ത കോളം എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പവർ. ഔട്ട്പുട്ട് പവർ എന്ന് നമ്മൾ സെക്കൻഡറി വോൾട്ടേജ് സെക്കൻഡറി കറണ്ട് ആണ്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് പവർ കിട്ടി. ഇനി പെർസെന്റേജ് ഓഫ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി പെർസെന്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് പവർ ഡിവൈഡഡ് ബൈ അല്ല ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ, OP/IP ഇൻറ്റു 100 ആകുമ്പോഴത്തേക്ക് എഫിഷ്യൻസി പെർസെന്റേജിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻറ്റു 100 എഫിഷ്യൻസി. ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് വോൾട്ടേജ് സെക്കൻഡറി വോൾട്ടേജും കറണ്ട് കൂടെ മൾട്ടിപ്ലിക്കേഷൻ. ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് വാട്ട് മീറ്ററിൽ കിട്ടുന്നത്. ഇനി പവർ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ വാട്ട് മീറ്റർ കിട്ടുന്ന റീഡിങ് ഡിവൈഡഡ് ബൈ പ്രൈമറി സൈഡിലെ വോൾട്ട് മീറ്ററും അമ്മീറ്ററിന്റെയും കൂടെ റീഡിങ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് റീഡിങ് എടുക്കുന്ന എങ്ങനെയാണെന്നുള്ള ഏകദേശം ഐഡിയ ഒക്കെ കിട്ടി, കാൽക്കുലേഷൻ ചെയ്യാനെത്തി, എല്ലാം ഓക്കെ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത എക്സ്പെരിമെന്റുമായിട്ട് കാണാം. താങ്ക് യു.